ഏതെങ്കിലും ഒരു വാഹനം വന്ന് എന്നെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാം അങ്ങ് അവസാനിച്ചേനെ. എന്താ നിന്റെ ഉദ്ദേശം? മീര, എന്നെ മനസ്സിലായോ? കലാവതി ആന്റി. ഓ, അപ്പൊ മറന്നിട്ടില്ല. എന്താ ഈ രാത്രിയിൽ ഇവിടെ നീ ഒറ്റയ്ക്ക്? വേറെ ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ? ഇല്ല. നീ ആകെ വല്ലാതിരിക്കുന്നല്ലോ. നിനക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ടോടി? പറ മീര, എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ലാത്ത നീയാണോ എന്റെ കാറിന് മുമ്പിൽ വന്ന് ചാടിയത്? സോറി ആന്റി, പൊയ്ക്കോ. അങ്ങനെ വഴി കളഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ബന്ധമല്ലല്ലോ മോളെ നമ്മൾ തമ്മില്. പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ, ഞാൻ പോയി തരാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഒന്നുകിൽ പോലീസ് സ്റ്റേഷനില്, അല്ലെങ്കിൽ ചന്ദ്രോത്ത്, അതും അല്ലെങ്കിൽ ഡൽഹിയില്. എവിടേക്കാ ഞാൻ ആദ്യം വിളിക്കേണ്ടത്? ശരി ആന്റി, പ്ലീസ് വേണ്ട, ഒന്നും വിളിച്ചു പറയരുത്. ആരും അറിയരുത് ഞാനിവിടെ ഉണ്ടെന്ന്. ആരോടും പറയല്ലേ ആന്റി. അപ്പോ ചന്ദ്രോത്ത് എന്തോ പ്രശ്നം നടന്നു, ഉറപ്പാത്? നീ വീട് വിട്ടിറങ്ങിയല്ലേ? എന്തുദ്ദേശിച്ച നീ ഇവിടെ ചുറ്റിക്കറങ്ങുന്നേ? ഒന്നുമില്ല ആന്റി, ഒന്ന് സ്വസ്ഥായിട്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ ഇപ്പൊ ഇവിടെ നീ ഇരിക്കണ്ട. വാ, എന്റെ വീട്ടിൽ പോവാം. വേണ്ട, ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. നീ വരും, ഇല്ലെങ്കിൽ ഞാൻ വിളിക്കേണ്ടവരെ വിളിക്കും. നിന്റെ കാർ ഞാൻ ആളെ വിട്ടെടുപ്പിച്ചോളാം. വന്ന് വണ്ടി കയറ്. വേണ്ട ആന്റി. പോയി കാറിൽ കയറടി. കേറ്, കേറടി. ആന്റി, എന്റെ ബാഗും ഫോണും. അതൊക്കെ ഞാൻ എടുത്തിട്ട് വരാം. ബെൽറ്റ് ഇട്. പോവാം.
പഴയ ചില കണക്കുകൾ തീർക്കാൻ നിന്നെ എനിക്ക് വേണം. പ്രൊഫസർ പ്രഭാവതിക്കുള്ളൊരു പണി കൊടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരാളിനെ കിട്ടില്ല. ചന്ദ്രോത്ത തമ്പുരാട്ടിയുടെ ജീവിതത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? അമ്മേ, ഇനി ഞാൻ ചെയ്തോളാം ഇതൊക്കെ. ചൂലെവിടെ വെച്ചിട്ട് പൊയ്ക്കോ. കുറച്ച് ദിവസത്തോടും കഴിയട്ടെ മോളെ. ഇവിടെ ഇപ്പൊ അതിന് മാത്രം പണിയൊന്നുമില്ലല്ലോ. എനിക്കാണെങ്കിൽ വേറെ ജോലിയില്ല. ദേ, നന്ദ വരുന്നുണ്ടമ്മേ. മോനെ, മീരക്കൊച്ചിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല ആന്റി. ഫോണിലും കിട്ടുന്നില്ലല്ലേ? ചിലപ്പോൾ റിങ് ചെയ്യും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്. സത്യത്തിൽ ഇപ്പൊ ചെറിയ ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, മുരളിയോടെ? ഒരു അത്യാവശ്യം ഓട്ടം വന്നു, രാവിലെ തന്നെ പോയേക്കുവാ. മുരളി വന്നിട്ട് മുരളിയും കുട്ടി ഒന്ന് സിറ്റിയിലൊക്കെ പോയി അന്വേഷിച്ചാലെന്ന് ആലോചിക്കായിരുന്നു. ഇനിയിപ്പോ ഒന്ന് അന്വേഷിക്കാതിരുന്നാൽ എങ്ങനെയാ? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലോ? ഏയ്, അങ്ങ് ശരിയാവില്ല ആന്റി. ദാ, മുരളിയേട്ട് വരുന്നുണ്ട്. എടാ, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. എന്താടാ? അപ്പൊ മീര കൊണ്ടുപോയി നിങ്ങളുടെ കാറ് ആ നെഹ്റു പാർക്കിന്റെ അടുത്ത് കിടപ്പുണ്ടല്ലോ. എടാ, നീ കണ്ടോ അവളവിടെ? ഞാൻ അവിടെയൊക്കെ നോക്കി, പക്ഷെ മീര അവിടെ കണ്ടില്ല. ഇന്നലെ വൈകിട്ട് മുതൽ ആ കാർ അവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലായത്. ആ ഭാഗത്ത് എവിടെയെങ്കിലും മീരയ്ക്ക് കൂട്ടുകാരെങ്കിലും ഉണ്ടോ? അല്ല, വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് ഫ്രണ്ട്സിന്റെ എവിടെയെങ്കിലും സ്റ്റേ ആണെങ്കിലോ? ഏയ്, അതിന്റെ അടുത്ത് കൂട്ടുകാരുള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അയ്യോ, അതിന്റെ കുറച്ച് മാറിയ റെയിൽവേ പാളം പോകുന്നത്. എന്റെ ഈശ്വര, ഇനി അങ്ങനെ വലുതും. അമ്മ ഒന്നും മിണ്ടാതിരിക്കെ. റെയിൽവേ പാളം. നന്ദൻ എന്തായാലും വീട്ടിലൊന്ന് വിളിക്ക്. സൂചന കിട്ടിയിട്ടുണ്ടെന്ന് അവരെ അറിയിക്കേ. അതൊന്നും വേണ്ട, നമുക്ക് അവിടെ പോയെന്ന് അന്വേഷിക്കാം. എടാ, നീ ഓട്ടം കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ഞാൻ പൊയ്ക്കോളാം. എടാ, അതൊന്നും സാരമില്ല. ഏതെങ്കിലും ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ തന്നെ കാണും. എന്താ, നീ വാ. അമ്മേ, ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരാം ആന്റി. മോളെ, അച്ഛനൊന്ന് കോഫി തന്നില്ല. അയ്യോ,
അയ്യോ മറന്നല്ലോ. ഇപ്പൊ എടുക്കാച്ചാ. നിൽക്ക്. മോളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛാ, ഇത്രയും നേരമായിട്ടും മീരെ കുറിച്ച് ഒരു അറിവുമില്ല. ഇനിയും വൈകാതെ പോലീസിൽ അറിയിക്കുന്നല്ലേ നല്ലത്? പോലീസിൽ അറിയിക്കാം. ഞാൻ വിളിച്ചു പറഞ്ഞ അവരുടനെ തന്നെ അന്വേഷണവും തുടങ്ങും. പക്ഷേ അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാ, മീര ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലാണെന്നിരിക്കട്ടെ, ഒരു പോലീസ് അന്വേഷണം മീരയ്ക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും. എന്തിനാണ് പോലീസിൽ അറിയിച്ചെന്നൊക്കെ മീര നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഇല്ല. പിന്നെ പോലീസ് അന്വേഷണം വന്ന ബലരാമൻ കാര്യങ്ങളുടൻ അറിയും. മീര യഥാർത്ഥത്തിൽ ഒരു അപകടത്തിലാണെങ്കിൽ ബലരാമൻ അറിഞ്ഞാലും പ്രശ്നമില്ല. മീരയാണ് അതിൽ പ്രധാനം. അതാണെങ്കിൽ നമ്മൾ ബലരാമനോടും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. താനങ്ങോട്ട് പോകുന്നു. ഇനി ഞാൻ തന്നെ ഇറങ്ങാൻ പോവാ. തനിക്ക് താനും പുരയ്ക്ക് തൂണും. കേട്ടിട്ടില്ലേ ചൊല്ല്? മീരയുടെ കാര്യത്തിൽ മറ്റാരെയും ഇനി ഞാൻ ആശ്രയിക്കുന്നില്ല. ഞാൻ തന്നെ ഇറങ്ങുക. ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. എനിക്കൊരാപത്ത് വന്നാലും എന്നെ രക്ഷിക്കാൻ ഞാനേ കാണൂ. വീട്ടുകാര് രാഹുകാലവും മുഹൂർത്തവും ഒക്കെ നോക്കിയിരിക്കും. സ്വയാന്വേഷണം നല്ലതാ, പക്ഷേ ബുദ്ധിപൂർവം വേണം. പത്രക്കാർ അറിഞ്ഞാ അതൊരു സെൻസേഷണൽ ന്യൂസ് ആക്കും. സിദ്ധു പേടിക്കണ്ട. സിദ്ധുവിന്റെ ഇമേജിന് കോട്ടം വരില്ല. അതുപോലെ സിദ്ധാർത്ഥൻ MLA-യുടെ വെള്ളക്കുപ്പായത്തിൽ ഒരു പൊടി പോലും പറ്റാതെ ശ്രദ്ധിച്ചോളാം. മീര ആരുടെ കെണിയിലാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അമ്മ ഉദ്ദേശിക്കുന്ന ആള് ആരും കെണിയിലാക്കുന്ന ആളൊന്നുമല്ല. നിനക്ക് അങ്ങനെ തോന്നുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നീ കെണിയിൽപ്പെടാതെ ഞാൻ രക്ഷിച്ചതുകൊണ്ട്. ദേവിക ആകെ പേടിച്ചിരിക്കുക. ഇനിയിപ്പോ അമ്മ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുന്ന തോന്നുന്നു. അങ്ങനെ പേടിക്കാൻ നിന്ന കാര്യമില്ലല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം. ഒന്ന് അന്വേഷിച്ചിട്ട് പെട്ടെന്ന് വിവരം തരണം സാർ. അതെ, പ്രഭാവതിയുടെ റിക്വസ്റ്റാ. അതെ സർ. അത്ര സീരിയസ് ആയതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. ആരാ? ഗേറ്റ് തുറക്കടോ. അല്ല, ഗേറ്റ് തുറക്കടോ. വിസിറ്റേഴ്സ് ആരാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കാവുന്ന പറഞ്ഞേക്കുന്നു മാഡം. അല്ല, പേര് പറഞ്ഞാൽ ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വരാം. ഞാൻ ആരാണെന്ന് മനസ്സിലായാലേ താൻ ഗേറ്റ് തുറക്കൂ. ഞാൻ ഈ ഗേറ്റ് ഇടിച്ചു തെറിപ്പിക്കുന്നത് കാണണോ? അപ്പൊ ഇവിടുത്തെ പ്രഭാവതിക്ക് മനസ്സിലാവും വന്നത് ആരാണെന്ന്. അയ്യോ അയ്യോ, തുറക്കാം തുറക്കാം. ഓക്കെ സർ.
സാർ വിളിച്ചാൽ മതി. താങ്ക് യു. കലാവതി, ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കുറെ കാലമായിട്ട് ശല്യമില്ലാതിരുന്നതാ, ഇപ്പൊ എന്തിനാണാവോ ഈ വരവ്? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള എന്റെ ഈ വരവില് ഞെട്ടി നിൽക്കുക പ്രൊഫസർ പ്രഭാവതി. സുഖാണോ പ്രഭേച്ചിക്ക്? സുഖം. നിനക്കോ? എനിക്ക് പരമസുഖം. കൈ നിറയെ പണം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതം പരമാനന്ദം അല്ലേ? ഒരുപാട് മാറിയിട്ടുണ്ട് നീ. രൂപത്തില് മാത്രമല്ല, അടിമുടി മാറി. കുറെ കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്, അല്ലേ ചേച്ചി? പെട്ടെന്നെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ നീ വന്നത്? അത് കൊള്ളാം. വല്യച്ഛന്റെ മകളെ കാണാൻ, എന്റെ പ്രഭേജിയെ കാണാൻ എനിക്ക് ഏത് സമയത്തും വന്നൂടെ? ചേച്ചി അനീതിയാണല്ലേ? ഒന്നാമത് ഞാനിപ്പോ പഴയ ദരിദ്രവാസിയല്ല. സമ്പത്ത് കൊണ്ട് ഏറെക്കുറെ നമ്മളിപ്പോ തുല്യരാ. പ്രൗഢി കൊണ്ടും പദവി കൊണ്ടും പ്രൊഫസർ പ്രഭാവതിയേക്കാൾ ഒട്ടും പിന്നിലല്ല ഞാനിപ്പോ. ഞാനിതൊന്നും ചോദിച്ചില്ലല്ലോ നിന്നോട്. ചോദിക്കാതെ തന്നെ പറഞ്ഞത് ഞാൻ എന്റെ അവസ്ഥ അറിയിച്ച് മതിപ്പ് നേടാനല്ല. പണ്ട് ചേച്ചിക്കെന്നെ കാണുമ്പോ കലിയായിരുന്നു. ദാരിദ്ര്യം പറയാനും കാശ് കടം വാങ്ങാനും വരികയാണെന്ന് പേടിച്ച് എന്നെ ഒരുപാട് അകറ്റി നിർത്തിയിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് കലി വന്നത് കാശ് കടം വാങ്ങാൻ വരുന്ന ഒന്നും പേടിച്ചിട്ടല്ല, നിന്റെ കയ്യിലിരിപ്പ് പേടിച്ചിട്ടാ. മറ്റുള്ളവർക്ക് ദേഷ്യമുണ്ടാക്കുന്ന രീതിയിലായിരുന്നല്ലോ പറച്ചിലും പ്രവൃത്തിയും. എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കും. മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കില് ചാടിക്കാൻ നിനക്ക് വല്ലാത്ത മിടുക്കായിരുന്നു. അതായിരുന്നു എന്റെ അന്നത്തെ പേടി. പ്രൊഫസറെ, ഇന്നും ദാ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ നിങ്ങൾക്കുമേൽ ഞാനിട്ട കുടുക്ക് കൃത്യമായി മുറുക്കാനുള്ള വഴികളാ ആലോചിക്കുന്നേ. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, എന്റെ പ്രഭേജിക്ക് ഒട്ടും മാറ്റം വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. നീ അകത്തേക്ക് വാ. അങ്ങനെ ചേച്ചിയുടെ പുതിയ ചന്ദ്രോത്ത് വീട്ടിൽ വലതുകാല് വെച്ച് കേറുക.